നമസ്കാരം. രാജ്യത്തെ നടുക്കുന്ന മറ്റൊരു വിമാന ദുരന്തത്തിന്റെ വാർത്തയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാർ സഞ്ചരിച്ചിരുന്ന ചാർട്ടേഡ് വിമാനമാണ് തകർന്നു വീണിരിക്കുന്നത്. വിമാനം പൂർണ്ണമായും അഗ്നിക്കിരയായി. വലിയ ശബ്ദത്തോടു കൂടിയാണ് അപകടമുണ്ടായത് എന്ന് അവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്നു. അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ വരികയാണ്. വലിയ ശബ്ദമുണ്ടായിരുന്നു. നിലവിലിപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അന്വേഷിക്കുന്ന കാര്യം DGCയെയും അറിയിച്ചിരിക്കുന്നു. അജിത് പവാറിനൊപ്പം ഒരു അറ്റൻഡറും ഒപ്പം തന്നെ ഒരു PSOയും വിമാന ജീവനക്കാരായ 2 പേരുമായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. 5 പേരുടെയും ജീവൻ നഷ്ടമായിരിക്കുന്നു. ബാരാമതിയിൽ ലാൻഡിങ്ങിനിടെ അടിയന്തര ലാൻഡിങ്ങിനുള്ള ശ്രമം നടത്തുകയായിരുന്നു. അതിനിടയിലാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ബി ബാലഗോപാലുണ്ട്. ബാലു, ഏറ്റവും പുതുതായി അക്ഷയ നമുക്ക് പങ്കുവയ്ക്കാനുള്ള വിവരം, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബാരാമതിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു എന്നതാണ്. ഡൽഹിയിലെ മുഴുവൻ പരിപാടികളും റദ്ദാക്കിക്കൊണ്ടാണ് അമിത്ഷാ ബാരാമതിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. അമിത്ഷാ ഉച്ചയോടുകൂടി ബാരാമതിയിൽ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയുന്നത്. കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രിയും ബാരാമതിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ പവാർ കുടുംബത്തിന്റെ ഭാഗമായ പവാർ കുടുംബത്തിലെ പ്രധാനപ്പെട്ട അംഗങ്ങളൊക്കെ തന്നെ ബാരാമതിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ, അതുപോലെ സുപ്രിയ സുലെ, അജിത് പവാറിന്റെ മകൻ പാർത്ഥ പവാർ എന്നിവർ ഇന്ന് ഡൽഹിയിലുണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ ഇപ്പോൾ ബാരാമതിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണത്തിന് DGCയെ തീരുമാനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ DGCയെ വ്യക്തമാക്കുന്നത്. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ചാർട്ടേഡ് കമ്പനിയുടേതാണ് ഈ അപകടത്തിൽപ്പെട്ട ലിയർജെറ്റ് 45 വിഭാഗത്തിൽപ്പെട്ട ഈ വിമാനത്തിന് ചില സാങ്കേതിക തകരാറുകൾ ഇന്ന് ഈ പറക്കലിനിടെ ഉണ്ടായിരുന്നതായാണ് DGCയെ പ്രാഥമികമായി നൽകുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പൈലറ്റ് എമർജൻസി ലാൻഡിങ്ങിനുള്ള ഒരു അഭ്യർത്ഥന, ഒരു ആവശ്യം എയർ ട്രാഫിക് കൺട്രോളിന് നൽകിയിരുന്നത്. എമർജൻസി ലാൻഡിങ്ങിനുള്ള പെർമിഷൻ നൽകിയിരുന്നു. പക്ഷേ ലാൻഡ് ചെയ്യുമ്പോൾ വിമാനം റൺവേയിലല്ല, മറിച്ച് തൊട്ടടുത്തുള്ള പ്രദേശത്ത് റൺവേക്ക് പുറത്തായിരുന്നു ലാൻഡ് ചെയ്തത്, ടച്ച് ഡൗൺ ചെയ്തത്. തുടർന്ന് ഈ വിമാനം പെട്ടെന്ന് സ്ഫോടന ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകിയത്. 44 വർഷം നീണ്ട പൊതുപ്രവർത്തന ജീവിതത്തിനാണ് ഇപ്പോൾ അവസാനമുണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ദുരന്തം സംഭവിക്കുമ്പോൾ അതിൽ രാജ്യത്ത് എല്ലാവർക്കും ആശങ്കയുണ്ടാകുന്നു. ഒരു വിമാന ദുരന്തത്തിന്റെ വേദനയിലൂടെ നമ്മൾ കടന്നുപോയി. അതിന്റെ നടുക്കം മാറുന്നതിന് തൊട്ട് മുൻപാണ് ഇങ്ങനൊരു അപകടം ഉണ്ടാകുന്നത്. മാത്രമല്ല, രാജ്യത്ത് ഇത്തരത്തിൽ വിമാന ദുരന്തങ്ങളിൽ, ഹെലികോപ്റ്റർ ദുരന്തങ്ങളിൽ, അത് സ്വകാര്യ ഹെലികോപ്റ്റർ ഒപ്പം തന്നെ വിമാനങ്ങളിൽ നിന്നൊക്കെ ദുരന്തം സംഭവിച്ച് തകർന്നു വീണൊക്കെ മരിക്കുന്ന പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളും കുറച്ചല്ല, കുറേ പേരുണ്ട്. ആ പട്ടികയിലേക്ക് കൂടിയാണ് അദ്ദേഹത്തിന്റെ പേര് കൂടി ചേർക്കപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ ആശങ്കയുണ്ടാക്കുന്ന വിഷയമായി ഇന്ത്യയിൽ മാറിയിരിക്കുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിദഗ്ധരുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ തേടേണ്ടതുണ്ട്.